ഹലോ ഗായ്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂടുതലും ഞാനും സിംഗും നമ്മുടെ റിയാക്ഷൻ വീഡിയോസ്, പണ്ടൊക്കെ ബ്ലോഗ് ഇങ്ങനെയൊക്കെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു പ്രവാസിയാണ്. അപ്പോൾ ഞാൻ റൂമിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ വേറെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ വേറെ റൂമിലൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകത, നമ്മൾ എന്താ പറയുക, നാട്ടിലൊക്കെ എല്ലാവരും ഹോം ടൂർ എന്നൊക്കെ പറയുന്ന പോലെ ഇത് റൂം ടൂർ. പ്രവാസിയായ ഒറ്റയ്ക്ക് താമസിക്കുന്ന എൻ്റെ റൂമിൻ്റെ ടൂർ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാനൊരു കണ്ണാടി എപ്പോഴും ഞാൻ വയ്ക്കുന്നതാണ്. ഇന്നലെ രാത്രി ഒരു 11:30 ആയ സമയത്ത് ഞാൻ ഇതിൻ്റെ പുറത്ത് കയറി കിടന്നു ഗൈസ്. അപ്പം ഇത് 2 കഷ്ണമായി. അപ്പോൾ അത് ഇന്ന് ഷറഫിയിൽ വല്ലതും കൊണ്ട് ഇതിൻ്റെ കാല് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ അത് ലേറ്റസ്റ്റ് അപ്ഡേറ്റാണ്. പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ സിംഗുവിനും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. അത് ഞാൻ ഇപ്പോഴും തുടരുന്നുണ്ട്. പിന്നെ പ്രവാസികളായ എന്നെ പോലെയുള്ള പലരുടെയും റൂമുകൾ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാം. പഴയ മുറി തന്നെ, സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. ഇതാണ് എൻ്റെ കട്ടിൽ. അപ്പം ഞാൻ സാധാരണ ഉറക്കം എണീക്കുമ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ആർക്കിടെക്ചർ അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നതാണ്. പിന്നെ കിടക്കാൻ നേരത്തെ അവിടെ എവിടെ എന്നൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് അങ്ങനെ കിടക്കും. പിന്നെ ഇത് അവിടുത്തെ ടീമിൻ്റെ ജിദ്ദ ടീമിൻ്റെ ജേഴ്സിയാണ്, ഇത്തിഹാദ് ക്ലബിൻ്റെ. പിന്നെ അതിൻ്റെ ഫ്ലാഗ്. പിന്നെ ഇത് ഒരു വിൻഡോയാണ്, പ്രകാശം അടിക്കാതിരിക്കാൻ വേണ്ടി എന്തോ ഒരു സാധനം വെച്ച് മറച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊരു കണ്ണാടി. പിന്നെ ഇത് AC. അതിന് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അത് എന്നും അതിൻ്റെ ആ ഒരു ഫിൽറ്റർ എടുത്ത് കഴുകണം എന്ന് വിചാരിക്കും. ഇവിടെ നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചിട്ട് വന്ന് ഊരിയിട്ട ഷൂസ് അത്. പിന്നെ ഇത് ഓഫീസിൽ യൂസ് ചെയ്തിട്ട് ഊരിയിട്ടതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ബാഗ് തറയിൽ കിടപ്പുണ്ട്. ഇത് പണ്ട് ഞാൻ ജിമ്മിൽ പോയ സമയത്ത് യൂസ് ചെയ്തൊരു ബാഗാണ്. അതിനുശേഷം ഞാൻ ഇതിനെ ഇവിടെ ഉപേക്ഷിച്ച് അത് അവിടെ തന്നെ കിടക്കുകയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ബേസ്ബോർഡ് പെട്ടി. അതിൻ്റെ പുറത്ത് കുറച്ച് തുണികളുണ്ട്. ഈ ബേസ്ബോർഡ് പെട്ടി വരാൻ കാരണം, ഞാൻ വെക്കേഷൻ പോകുന്ന നേരത്തെ എനിക്ക് ഒരു കാർഡ്ബോർഡ് വേണമെന്ന് പറഞ്ഞ സമയത്ത് ഫ്രണ്ട്സ് കൊണ്ടുവന്നതാണ്. അതിൻ്റെ സൈസ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാനത് ഇവിടെ ഉപേക്ഷിച്ചു. ഇപ്പം കുറച്ച് തുണി അതിൻ്റെ പുറത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനൊരു ചെയർ കാണാൻ പറ്റും. ഇങ്ങനൊരു ചെയർ നമ്മൾ നാട്ടിൽ പല ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്ന അവരുടെ റൂമിലൊക്കെ കാണാൻ സാധിക്കുന്നത് ഞാൻ ഇപ്പോഴും തുടരുന്നുണ്ട്. നമ്മൾ ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചെയറാണ്. നമുക്ക് തുണികളൊക്കെ ഇങ്ങനെ എടുത്തിടാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ടേബിൾ ആണെന്ന് പറയാം. അതിൻ്റെ പുറത്ത് ലാപ്ടോപ്പ് ഉണ്ട്, അത് ഓപ്പണായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കത്തി, കടാര, ഒരു ലെമൺ ബോട്ടിൽ അവിടെ ഇരിപ്പുണ്ട്, തൊപ്പി, എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റ്, അതിലും പൊടിയൊക്കെ അടിച്ചിരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ കുറച്ച് ഡ്രസ്സാണ്. പിന്നെ ഇത് പെട്ടി, പോകാൻ നേരത്തെ യൂസ് ചെയ്യുമ്പോൾ സാധനമാണ്. ഇത് ഒരു അലമാര പോലെ യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇത് ഓഫീസിൽ നിന്ന് നമ്മുടെ ഫയലൊക്കെ വെച്ചിരിക്കുന്ന ഒരു അലമാരയായിരുന്നു. അപ്പം ഇവിടെ റൂമിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിൽ ഈ ഭാഗത്തൊക്കെ കുറച്ച് അടിക്കും പറക്കിയൊക്കെ വെച്ചിരിക്കുന്ന തുണികൾ കാണാം. പിന്നെ താഴോട്ടൊക്കെ വരുമ്പോൾ എന്നും ഇത് റെഡിയാക്കണമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്, പക്ഷെ സമയം കിട്ടാറില്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ തുണി കഴുകാൻ ഏകദേശം ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം കഴുകുന്ന തുണികളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഷവർ ഇടാനുള്ളൊരു ബാസ്ക്കറ്റ്. പിന്നെ ഇവിടെയും ഇങ്ങനെ ഒരു ഹാങ്ങിങ് ചെയ്തിരിക്കുന്ന ഒരു ഇതുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ആവശ്യത്തിന് ചാർജർ, നമ്മുടെ സാധനങ്ങൾ ഒക്കെ വയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു റൂമെന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ കാണാൻ നമുക്ക് ഷാമ്പു, എയർ ഫ്രഷ്നർ എന്നൊരു സാധനമാണ്. അത് എയർ ഫ്രഷ്നർ അല്ല,
എന്താ എയർ പ്യൂരിഫയർ. അത് അങ്ങനെ പ്യൂരിഫൈ ആവാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ പുറത്തെന്ന് പറഞ്ഞാൽ ഇത് കുറേ റൂംസ് ഉണ്ട് ഇതുപോലെ. ഇപ്പം നോമ്പായതുകൊണ്ട് എല്ലാവരും ഉറക്കമാണ്. പിന്നെ ഒരു ഫ്രൈഡേ ആണ്, അങ്ങോട്ടൊക്കെ റൂംസാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം ടൂർ. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഇതുപോലെ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ വൃത്തിയായിട്ടൊക്കെ വെക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറെ വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ. അപ്പോൾ പിന്നെ വേറെ കാര്യം, ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഇനിയും തുടരാം. ഇവിടെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ റൂമൊക്കെ തന്നെ സൂപ്പറാണ്. എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അത് കാണിക്കുന്നതാണ്. അപ്പോൾ ടാറ്റാ.